നമുക്ക് ആദർശിന്റെയും നയനയുടെയും വരാൻ പോകുന്ന ആഴ്ചയിലെ നല്ലൊരു കഥ കേട്ടാലോ? അതിനു മുമ്പായി ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മൾ കാണാൻ പോകുന്ന ഒടുവില് ഏൻ ജ്വല്ലറിയുടെ കള്ളത്തരങ്ങളൊക്കെ കണ്ടുപിടിക്കാനായിട്ട് ആദർശ നയനയ്ക്ക് ഇറങ്ങുന്നുണ്ട്. അവർക്ക് ഇതിനകത്ത് വല്ല പങ്കുണ്ടോ? മൂർത്തി ജ്വല്ലറി തകർക്കാനായിട്ട് അവരാണോ കച്ചുകെട്ടി ഇറങ്ങിയിരിക്കുന്ന അറിയാൻ വേണ്ടിയിട്ട് ആദർശ നയനയൊക്കെ ഇറങ്ങുന്നുണ്ട്. ഒടുവിൽ ആ സത്യങ്ങളൊക്കെ കണ്ടെത്തുന്നുണ്ട്. അപ്പൊ അതിന്റെ കുറച്ച് നല്ല നല്ല കഥകളൊക്കെയാണ് നമ്മൾ കാണാനായിട്ട് പോകുന്നത്. കഴിഞ്ഞ ദിവസം കണ്ടു മുത്തശ്ശനോട് വലിയൊരു തീരുമാനം എടുത്തു. അനിയെ മൂർത്തി ജ്വല്ലറിയുടെ MD ആക്കുക. ജാനയ്ക്ക് സന്തോഷമുള്ള കാര്യമായിരുന്നു. പക്ഷേ എങ്കിലോ അജയന് അത്ര സന്തോഷമൊന്നുമില്ലായിരുന്നു. എനിക്ക് അതിനുള്ള കഴിവും പ്രാപ്തിയൊന്നുമില്ല, ആദർശന് അത്ര കഴിവും പ്രാപ്തിയൊന്നുമില്ല എന്നൊരു ചിന്തയായിരുന്നു. ഒടുവിൽ അനി വീട്ടിലേക്ക് തിരികെ വരുവാണ്. അപ്പൊ അനി കുറച്ചു ദിവസം ചെന്നൈയിലായിരുന്നു. അനി ഈ കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഈ പറയുന്ന ജയനോ ആരും അനിയോട് വിളിച്ചിട്ട് കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടും ഉണ്ടായിരുന്നില്ല. അങ്ങനെ അനി വീട്ടിലേക്ക് വന്നു. വീട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ജാനകിക്ക് ഭയങ്കര സന്തോഷമായി. ജാനകി സന്തോഷത്തോടെ ചെന്ന് അനിയെ സ്വീകരിച്ച് അകത്തേക്ക് കൊണ്ടുവന്നു. പിന്നീടാണ് ജാനകി പറയണേ, എടാ മോനെ, നിന്റെ മുത്തശ്ശൻ ചില കാര്യങ്ങളൊക്കെ തീരുമാനിച്ചിട്ടുണ്ട്. നീയാണ് മൂർത്തി ജ്വല്ലറിയുടെ അടുത്ത MD എന്ന് പറഞ്ഞു. ഞാനോ? അമ്മയ്ക്ക് എന്താ തലയ്ക്ക് ഭ്രാന്ത് പിടിച്ചോന്നൊക്കെ അനി ചോദിക്കുക. കാരണം എനിക്കത് വിശ്വസിക്കാൻ പോലും പറ്റിയില്ല. അല്ലെങ്കിലും അനി ഒരിക്കലും അങ്ങനെ ഒരു സ്ഥാനമാനങ്ങളൊന്നും ആഗ്രഹിച്ചിട്ടില്ല. എനിക്കെപ്പോഴും ആദർശന്റെ കീഴിൽ നിൽക്കണം. ഇതെന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമല്ല, ഭാരിച്ച ഉത്തരവാദിത്വ. കമ്പനിയുടെ MD ആവാന്ന് പറഞ്ഞാല് കമ്പനിയെ മുന്നോട്ട് നയിക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് കുറച്ച് കഴിവും പ്രാപ്തിയൊക്കെ ഉണ്ടായാൽ മതിയാവുള്ളൂ. ഒരു 2-3 ബ്രാഞ്ചിന്റെ മേൽനോട്ടം വഹിക്കാന്നല്ലാതെ അതിൽ കൂടുതലൊന്നും അനി ചെയ്യുന്നുണ്ടായിരുന്നില്ല. പക്ഷെ ഇത് കേട്ടിഞ്ഞപ്പോ അനിക്ക് വല്ലാത്തൊരു ഷോക്കായിരുന്നു. പിന്നീട് മുത്തശ്ശൻ അനിയെ വിളിപ്പിക്കുന്നുണ്ട്. അനിയെ വിളിപ്പിച്ച് കാര്യങ്ങൾ പറയണം അനിയോട്. ഇനിയിപ്പൊ കമ്പനിയുടെ MD മുന്നോട്ട് കമ്പനിയുടെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് നയിക്കുന്ന ആള് നീയാണ് കമ്പനിയുടെ MD എന്നൊക്കെ ഉള്ളത്. അത് കേട്ടപ്പോ അനി പറഞ്ഞു, എന്നെ കൊണ്ട് അതിന് സാധിക്കില്ല മുത്തശ്ശ, അത് ആദർശനെ തന്നെ ഏൽപ്പിച്ചാൽ മതി എന്ന് പറഞ്ഞു. അപ്പോഴാണ് മുത്തശ്ശൻ പറയണേ, ഇനി ആദർശനെ കൊണ്ട് അത് പറ്റില്ല, ഇനി നോക്കണ്ട നീയാന്ന്. അതിനുശേഷമാണ് അനി അറിയണത് ആദർശം നയനിയൊക്കെ ആ വീട് വിട്ടു പോയെന്നുള്ള കാര്യം. അത് അനിക്കും വല്ലാത്തൊരു ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു. അനി ഇത്രയ്ക്ക് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. അനിയോട് ആരും അതിനെക്കുറിച്ചൊന്നും പറഞ്ഞതും ഇല്ലായിരുന്നു. ആദർശം നയനയും വീട് വിട്ട് പോയ കാര്യങ്ങളൊക്കെ മുത്തശ്ശൻ തീർത്തു പറഞ്ഞു, നീ ആയിരിക്കണം അടുത്ത MD എന്ന്. അനി കഴിവതും ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചു. പക്ഷെ മുത്തശ്ശൻ സമ്മതിച്ചില്ല. നീ ആ സ്ഥാനത്ത് കയറി ഇരുന്നിട്ട് നിനക്ക് എന്തെങ്കിലും ഒരു കഴിവേട് എന്തെങ്കിലും ഒരു തകർച്ച ഉണ്ടായിട്ടുണ്ടെങ്കിലും മൂർത്തി ജ്വല്ലറിക്ക് ബാക്കി ഞാൻ നോക്കിക്കോളാം എന്ന് മുത്തശ്ശൻ പറഞ്ഞു. പിന്നെ എന്ത് വേണമെന്ന് എനിക്കറിയാം. അങ്ങനെ അനി ആകെപ്പാടെ വിഷമത്തിലായി. ഒടുവിൽ അനി ആദർശനെ നയനയും കാണാനായിട്ട് അങ്ങോട്ട് ചെല്ലുന്നുണ്ട്. അങ്ങനെ കണ്ട് സംസാരിക്കണം. ആദർശനും നയനിച്ച് എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് തിരികെ വരണമെന്നൊക്കെ പറഞ്ഞു. ഒരു കമ്പനിയെ മുന്നോട്ട് നയിക്കാനുള്ള കഴിവും പ്രാപ്തിയൊന്നും എനിക്കില്ല എന്ന് പറഞ്ഞു. പക്ഷെ എങ്കില് ആദർശ് നയനെ സമ്മതിച്ചില്ല. ആദർശ് പറഞ്ഞു, നീ ആ കസേര ധൈര്യമായിട്ട് കയറിയിരുന്നോ, നിനക്ക് വേണ്ടുന്ന സപ്പോർട്ടൊക്കെ ഞാൻ ചെയ്തു തന്നോളാന്ന് പറഞ്ഞു. അനി പറഞ്ഞു, ആദർശന്റെ സപ്പോർട്ട് ഉള്ളതുകൊണ്ട് മാത്രം ഞാൻ ഇത്രടം വരെ എത്തിയത്. അല്ലായിരുന്നെങ്കിൽ ഒരിക്കലും ഞാൻ ഇത്ര വരെ എത്തത്തില്ലായിരുന്നു. അതുകൊണ്ട് എനിക്ക് ആ കസേരയിൽ കയറി ഇരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അതിന് യോഗ്യന് എല്ലാം കൊണ്ടും ആദർശേട്ടൻ തന്നെയാന്ന് പറഞ്ഞു. ആദർശ് പറഞ്ഞു, എനിക്കൊരു ഭാരിച്ച ഉത്തരവാദിത്തമുണ്ട്, നിനക്കറിയാലോ. കമ്പനിയുടെ തകർച്ചയുടെ വക്കിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിന്റെ പിന്നിൽ ആരാന്നറിയണം. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നേ. ആ വീട്ടിലാണെങ്കിലോ എനിക്കത് പറ്റില്ല. നിനക്കറിയാലോ, നമ്മുടെ കുടുംബത്തിന് ശത്രുക്കൾ ആ വീട്ടിലുണ്ട്. ഒരു പക്ഷേങ്കില് നവ്യോ അല്ലെങ്കിൽ ഹബിയോ അപ്പിച്ചോ ആരെങ്കിലും നമ്മുടെ ശത്രുക്കളായിട്ട് അല്ലെങ്കിൽ സ്പൈ ആയിട്ട് അവിടെ വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് പോലും അറിയില്ല. ആ വീട്ടിൽ നടക്കുന്ന ഓരോ കാര്യങ്ങളും നമ്മുടെ ശത്രുക്കളെ പറഞ്ഞറിയിക്കുന്നുണ്ടെന്നും അറിയില്ല. നമുക്ക് ആരാ ശരി ആരാ തെറ്റെന്നൊന്നും അറിയില്ല. അതുകൊണ്ട് ആ വീട്ടിൽ നിന്നാ ഇതൊന്നും നടക്കില്ലടാ. അതുകൊണ്ടാണ് ഞാൻ ആ വീട് വിട്ടു പോകുന്നത്. പിന്നെ നയനയുടെ കാര്യം നിനക്കറിയാലോ. നയനയ്ക്കും ഭയങ്കര വിഷമമുള്ള കാര്യം എന്നെ പിരിഞ്ഞിരിക്കാനായിട്ട്. അതുകൊണ്ടാണ് നയന എന്നോടൊപ്പം പോന്നേന്ന് പറഞ്ഞു. എനിക്ക് സങ്കടമായിരുന്നു. ആദർശിനെ മാക്സിമം വിളിച്ചു. പക്ഷെ ആദർശ് പോവാനായിട്ട് കൂട്ടാക്കില്ല. അതിനുശേഷം അനി നന്ദുവിനെ വിളിക്കുകയാണ്. അങ്ങനെ നന്ദുവിനെ വിളിച്ചിട്ട് അനിയും നന്ദുവും കൂടെ കണ്ടുമുട്ടുന്നുണ്ട്. കണ്ടുമുട്ടുന്ന സമയത്ത് നന്ദുവിനോട് അനി കാര്യങ്ങളൊക്കെ പറയണം. അപ്പോഴേക്കും നന്ദു പറഞ്ഞു, ഞാൻ നോക്കിയിട്ട് ആദർശേട്ടൻ അവിടെ തന്നെ നിൽക്കുന്നത് നല്ലത്. നീ ധൈര്യമായിട്ട് MD കസേരയിലേക്ക് കയറിക്കോ, പേടിക്കൊന്നും വേണ്ട. എത്രയും പെട്ടെന്ന് തന്നെ മൂർത്തി ജ്വല്ലറി തകർക്കാൻ ശ്രമിച്ച ആരാന്ന് ഞങ്ങൾ കണ്ടെത്തുക തന്നെ ചെയ്യും. ഇത് കേട്ടപ്പോ അനി പറഞ്ഞു, ഒരു കാര്യം എനിക്ക് ഉറപ്പാ, ആദർശേട്ടൻ തിരികെ വീട്ടിലേക്ക് വരുന്നോടം വരെ ഞാൻ ആ കസേരയിൽ ഇരിക്കത്തുള്ളൂ. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ആദർശേട്ടൻ ആ സ്ഥാനം കൂടെ കൊടുക്കുമെന്ന് പറഞ്ഞു. നന്ദു പറഞ്ഞു, അതൊക്കെ നിന്റെ ഇഷ്ടം പോലെ, നീ പേടിക്കൊന്നും വേണ്ട, എല്ലാരും കൂടെ ഉണ്ടല്ലോ. പിന്നെ നിന്റെ മുത്തശ്ശന്റെ ആഗ്രഹമല്ലേ. പിന്നെ ഈ മൂർത്തി ജ്വല്ലറിയുടെ MD കസേര ഇരിക്കാന്ന് പറഞ്ഞാൽ അത് നിസ്സാര കാര്യമൊന്നും അല്ലല്ലോ എന്ന് പറഞ്ഞു.
അനി പറഞ്ഞു, ഞാൻ ഒരിക്കലും അങ്ങനെ ആഗ്രഹിച്ചിട്ടില്ല. നിനക്കറിയാലോ, പണവും പത്രാസും ഒന്നും ആഗ്രഹിക്കുന്നവനല്ല ഞാൻ. നന്ദു പറഞ്ഞു, അതെനിക്കറിയാം അനിയെന്ന് പറയണം. അനി പറഞ്ഞു, അങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്ന ഒരാളായിരുന്നെങ്കിൽ ഞാൻ എപ്പോഴേ എന്തെങ്കിലുമൊക്കെ ചെയ്തേനെ. പക്ഷെ എന്നെ കൊണ്ട് അതിന് സാധിക്കില്ല എന്ന് പറഞ്ഞു. ഒടുവിൽ നന്ദു ആത്മവിശ്വാസം കൊടുക്കുന്നുണ്ട് എനിക്ക്. നീ ധൈര്യമായിട്ടിരുന്നു, നീ പേടിക്കൊന്നും വേണ്ട, എന്തിനും ഏതിനും ഫുൾ സപ്പോർട്ടായിട്ട് ഞങ്ങളും കൂടെ ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞു. അതേ സമയത്ത് നയനെ ആദർശം കൂടെ ചില തീരുമാനങ്ങൾ എടുത്തു. ഏൺ ജ്വല്ലറി ആണോ കമ്പനിയെ തകർക്കാൻ ശ്രമിച്ചതെന്ന് അറിയത്തില്ല. അങ്ങനെയാണെങ്കിൽ അവരുടെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ അറിയണം. പിന്നീട് കിരണിനെയും കൂടെ വിളിക്കണം. കിരണിനെയും കൂടെ വിളിച്ച് ഇവർ ചില പ്ലാനുകളൊക്കെ നടത്തി. അപ്പോൾ അതിന് നേരിട്ട് പോയി അന്വേഷിക്കാൻ പറ്റില്ല. ആദർശ് പറഞ്ഞൊരു കാര്യം ചെയ്യാം, അതിന് ഏറ്റവും പറ്റിയ കാര്യം വേഷം മാറി പോകാന്നുള്ളതാ. വേഷം മാറിയോ? അതെ, ഒരു ഡീൽ ഉറപ്പിക്കാൻ ചെല്ലുന്ന പോലെ അവരുമായിട്ട്, ഏൺ ജ്വല്ലറിക്കാരുമായിട്ട് അങ്ങനെ ഒരു കാര്യത്തിൽ ചെല്ലാം. ഒരു സിക്കുകാരന്റെ വേഷത്തിൽ ചെല്ലാം. അവർക്ക് തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ വേണം പോവാനായിട്ട്. ഞാൻ അങ്ങനെ ചെന്നോളാന്ന് പറഞ്ഞു. കുറെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എനിക്ക് കിട്ടാനുണ്ടെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ നയനയ്ക്കും കിരണിനും ഒക്കെ ശരിയാന്ന് തോന്നി. കാരണം ആദർശന് ഇങ്ങനെ നേരെ ഇറങ്ങി ചെല്ലാൻ പറ്റില്ല. കാരണം അങ്ങനെ ചെന്നിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാലും ഒരു വിവരങ്ങളും കിട്ടത്തില്ലെന്നറിയാം. അപ്പൊ അതുകൊണ്ടാണ് ആദർശ് അങ്ങനെ ഒരു ഉപാധി എടുക്കുന്നത്. ഒടുവിൽ ആദർശ് നയനയും കൂടെ വീട്ടിലേക്ക് വന്ന് ഇതിനെക്കുറിച്ച് ആലോചിച്ചു. നല്ല കാര്യമാണെന്ന് തോന്നി. അങ്ങനെ ഒരു സിക്കുകാരന്റെ വേഷമൊക്കെ കെട്ടി ആദർശ് ഇറങ്ങുന്നുണ്ട്. സപ്പോർട്ടിനായിട്ട് കിരണും ഒക്കെ ഉണ്ടായിരുന്നു. ഈ സമയത്ത് അവർ പുതിയ ജ്വല്ലറിയൊക്കെ ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ പുതിയ ജ്വല്ലറിയും കൂടെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും നാഗേന്ദ്രനും അവന്തിക്കും ഒക്കെ ഭയങ്കര സന്തോഷമായിരുന്നു. മൂർത്തി ജ്വല്ലറിനെ ഒന്നിനൊന്ന് തറപറ്റിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ എന്നൊരു ചിന്തയൊക്കെ ആയിരുന്നു. ആത്മവിശ്വാസം അവർക്ക് കൂടി. ഇനിയിപ്പോ എന്ത് വന്നാലും മൂർത്തി ജ്വല്ലറിക്ക് തന്നെ തകർക്കാൻ പറ്റില്ല എന്നൊരു ചിന്തയായിരുന്നു. അവന്തികയും നാഗേന്ദ്രനും ആ ഒരു സന്തോഷം അവരാഘോഷിക്കുകയും ചെയ്യുന്നുണ്ട്. ഇടയ്ക്ക് അവർ തമ്മിൽ കണ്ടുമുട്ടുന്നുണ്ട്. കണ്ടുമുട്ടിയിട്ട് അവരവരുടെ സന്തോഷം പങ്കുവെക്കുന്നുണ്ട്. ആ സമയത്തൊക്കെ അവന്തിക അബിയെക്കുറിച്ചും ജലജയെക്കുറിച്ചും ഒക്കെ നാഗേന്ദ്രനോട് പറയുന്നുണ്ട്. അല്ലെങ്കിലും നാഗേന്ദ്രൻ അവിടെ നടക്കുന്ന ഓരോ കാര്യങ്ങളും അറിയുന്നുണ്ടായിരുന്നു. അബിയുടെ ആണെങ്കിലും ഓരോ നീക്കങ്ങളും കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ടായിരുന്നു. പക്ഷെ അവർക്ക് അറിയണ്ടായിരുന്നില്ല ആദർശ് ഇങ്ങനെ ഒരു നീക്കം നടത്തുന്നുള്ള. അവരുടെ വിചാരം ആദർശ് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി, ഇനിയിപ്പോൾ ആദർശിന് വിഷമമായിരിക്കും, കുറെ കാലം ഇങ്ങനെ അങ്ങോട്ട് പോകും, പോരാത്തന് അനി MD ആവാനായിട്ടും പോകുമല്ലേ, ആ ഒരു ചിന്തയൊക്കെയായിരുന്നു അവരുടെ മനസ്സിൽ. പെട്ടെന്നൊന്നും ഇനിയിപ്പം മൂർത്തി ജ്വല്ലറിക്ക് ഉയർത്തെഴുന്നേക്കാൻ പറ്റില്ല. ആ സമയം കൊണ്ട് ഏൺ ജ്വല്ലറി കളം പിടിക്കും. പതിവിലും വിപരീതമായിട്ട് ഏൺ ജ്വല്ലറിയിൽ നല്ല തിരക്കുകളും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പം ഈ വിഷുവിന് ഏറ്റവും കൂടുതൽ സെയിൽ നടത്താനായിട്ട് അവർ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നേ. കഴിഞ്ഞ വിഷുവിനൊക്കെ പറഞ്ഞ റെക്കോർഡ് സെയിലും കാര്യങ്ങളൊക്കെ ആയിരുന്നു മൂർത്തി ജ്വല്ലറി ഉണ്ടായിരുന്നേ. പക്ഷേ എങ്കിൽ ഇത്തവണ അത് നേടാൻ പറ്റുമെന്ന് ആദർശനൊന്നും ഒരു ഉറപ്പുള്ള കാര്യമായിരുന്നില്ല. അതിൻ്റെ ഒരു ടെൻഷൻ അവർക്കുണ്ടായിരുന്നു. എന്താണെങ്കിലും ആദർശ് ഒരു കാര്യം തീരുമാനിച്ചു. അങ്ങനെ വേഷമൊക്കെ മാറി നേരെ ഏൺ ജ്വല്ലറിയിലെ MD കാണാനായിട്ട് ചെല്ലുവാണ്. അങ്ങനെ ചെന്ന് കഴിഞ്ഞിട്ട് നേരത്തെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചെന്ന് സംസാരിക്കുകയാണ്. അപ്പോൾ കുറേ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ആദർശിന് കിട്ടാനുണ്ടായിരുന്നു. ആദ്യം ഒരു സൗഹൃദം സ്ഥാപിച്ചു വെക്കുക, അതായിരുന്നു ആദർശിന്റെ ആദ്യത്തെ നീക്കം. അങ്ങനെ ഡേവിഡുമായിട്ട് ഒരു സൗഹൃദം സ്ഥാപിച്ചു. അപ്പൊ സിക്കുകാരനായിട്ടാണ് ചെല്ലുന്നത്. പേരൊക്കെ മാറ്റി പറഞ്ഞ് ആ രീതിയിലുള്ള ID കാർഡുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി നല്ല അതിവിദഗ്ധമായിട്ടാണ് ആദർശം മുന്നോട്ട് നീങ്ങുന്നത്. ഒരിടത്തും ഒരു പഴുത് കൊടുക്കാതെ. കാരണം എല്ലാ പഴുതുകളും അടച്ചിട്ടുള്ള നീക്കങ്ങളായിരുന്നു ആദർശം നടത്തിയത്. ആദ്യത്തെ അറ്റംപ്റ്റിൽ തന്നെ എന്താണെങ്കിലും ഏൺ ജ്വല്ലറിയുടെ MD വീണു. അയാൾക്ക് ആദർശിനെ തിരിച്ചറിയാനായിട്ട് പറ്റിയില്ല. അത് ആദർശന് നയനിക്കൊക്കെ ഗുണം ചെയ്ത കാര്യമായിരുന്നു. ഈ സമയത്ത് അനി മൂർത്തി ജ്വല്ലറിയുടെ MD കസേരയിലേക്ക് സ്ഥാനം ഏൽക്കുന്ന ദിവസം എത്തി. ജാനകിക്ക് ഭയങ്കര സന്തോഷത്തിലായിരുന്നു. പക്ഷേങ്കിൽ അനിക്ക് ആ സന്തോഷം കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഒടുവിൽ അനിയൻ കൂട്ടിക്കൊണ്ട് ജയനും അജയനും ഒക്കെ അങ്ങ് പോകുന്നുണ്ട്. അങ്ങനെ MD കസേരയിൽ അനിയെത്തി. എനിക്ക് ഭയങ്കര വിഷമമുള്ള കാര്യമായിരുന്നു. തന്റെ ആദർശാണ് ഇരുന്നിരുന്ന കസാര ഒരിക്കലും താൻ ആഗ്രഹിച്ചിരുന്നില്ല. ഭാരിച്ച ഉത്തരവാദിത്വം. അങ്ങനെ അനി കയറിയപ്പോൾ തന്നെ അനിക്ക് കുറെ ഉത്തരവാദിത്തങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അനിക്ക് പലപ്പോഴും നിലതെറ്റുന്ന പോലെ തോന്നി. കാരണം അനിയെ കൊണ്ട് മാനേജ് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ തോന്നി. പക്ഷേ ആ സമയത്തൊക്കെ ആദർശ് വിളിച്ച് അനിക്ക് ഉപദേശങ്ങളും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. ഇതേ സമയം അനി MD ആയത് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ അബിക്കും ജലജിക്കും നവിക്കും ഒട്ടും സഹിച്ചില്ല. കാരണം അബി അതിനേക്കാളും മൂത്ത. അബിക്ക് കിട്ടിയില്ല, എല്ലാം അനിക്ക് കിട്ടിയല്ലോ. അപ്പൊ അതിൻ്റെതായ ഒരു ടെൻഷനും കാര്യങ്ങളും ഉണ്ടായിരുന്നു. അതിന്റെ പേരിൽ ജലജ അബിയും കൂടെ മുത്തച്ഛനോട് എന്ന കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്. അബിക്ക് എന്തെങ്കിലും ഒരു ജോലി ആ കമ്പനിയിൽ കൊടുക്ക്, ഇപ്പൊ അനിയാണെങ്കിലും കയറിയില്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷെ മുത്തച്ഛൻ സമ്മതിച്ചില്ല. ഒടുവിൽ ദേഷ്യമായി അബിക്ക്. എങ്ങനെയെങ്കിലും അനി ആ കസേര നിറക്കണം തന്നെ തീരുമാനിച്ചു. നവ്യയോട് ഇതിനെക്കുറിച്ച് പറയുകയും ചെയ്തു. നവ്യെ, നീ ഒരു കാര്യം ചെയ്യാം, എന്തെങ്കിലും ഒരു വഴി പറഞ്ഞാട്ട് എങ്ങനെയെങ്കിലും അവനെ ആ കസേര നിറക്കണമെന്ന് പറഞ്ഞു. നവ്യ പറഞ്ഞു, നമുക്ക് നോക്കാം എന്താ ഏതാ എങ്ങനെയാന്നൊക്കെ.
ഒരു പക്ഷേങ്കിൽ അവൻ അധികം നാളൊന്നും ആ കസേരയിൽ ഇരിക്കാൻ പോകുന്നില്ല. അവൻ ഈ പറയുന്ന കഴിവും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ നവ്യെ അബിയെ സമാധാനിപ്പിക്കണം. ഒടുവിൽ അബി നവ്യയും കൂടെ ഒരു കാര്യം തീരുമാനിച്ചു, അനിയെ ഒന്ന് പോയി കാണുക. അങ്ങനെ എന്ത് ചെയ്തു, നവ്യ തൻ്റെ മോനെ എടുത്തു, അനന്തപത്മനാഭനെ എടുത്ത് അവർ മൂന്നുപേരും കൂടെ അനിയെ കാണാനായിട്ട് ചെന്നു. അങ്ങനെ അനിയെ കണ്ടു എന്നിട്ട് നവ്യ കാര്യങ്ങൾ സംസാരിക്കണം. അനി പഴയതുപോലെ ഒന്നുമല്ല, അബിക്ക് ജോലിയൊന്നും ഇല്ല, എന്തെങ്കിലും ജോലി കൊടുക്കുവാണെങ്കിലും നല്ല കാര്യമായിരുന്നു. ഇനി അവൻ പഴയതുപോലെ ഒന്നുമല്ല, നേരെ വണ്ണം കമ്പനി കാര്യങ്ങളൊക്കെ നോക്കി നിൽക്കുമെന്നൊക്കെ പറഞ്ഞു. അതൊക്കെ ജൂവലർക്കാരുടെ ട്രിക്കും കൂടെ ആയിരുന്നു. കാരണം അബിയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എങ്ങനെയാ കമ്പനി കയറി പറ്റണം, ഇവിടുത്തെ നീക്കങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. പക്ഷേ എങ്കിൽ അനി ആരാ മോനെ, അനി പറഞ്ഞ അതൊന്നും പറ്റില്ല. കാരണം എനിക്കറിയാം അബി കയറിയിട്ടുണ്ടെങ്കിൽ കമ്പനി എപ്പം മുടിപ്പിച്ചെന്ന് ചോദിച്ചാൽ മതി. ഒന്നാമത്തെ കാര്യം തകർച്ചയുടെ വക്കീലെത്തിയോ നിൽക്കിയോ കാര്യങ്ങൾ. ആ സമയത്ത് ഇവരെയും കൂടെ ഇവിടെ കയറ്റിയിട്ട കാര്യങ്ങളൊന്നും നടക്കില്ല എന്ന് അബി ഇത് പറഞ്ഞ് ഇപ്പം അനി സമ്മതിച്ചില്ല. അനി പറഞ്ഞു അത് പറ്റില്ല എന്ന് പറഞ്ഞു. എന്താണല്ലോ എനിക്ക് ഒരു തീരുമാനം എടുക്കാൻ പറ്റില്ല, പോരാത്തന് ഞാൻ MD ആയിട്ട് അധിക ദിവസങ്ങൾ പോലും ആയിട്ടില്ലല്ലോ എന്നൊക്കെ പറഞ്ഞു. അപ്പം അതിൻ്റെ ഒരു ദേഷ്യം ഉണ്ടായിരുന്നു നവിക്കും അബിക്കും ഒക്കെ. അങ്ങനെ അവർ തിരികെ പോവാണ്. നവ്യ പറഞ്ഞു ഇവനെ അങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല, ഇവൻ അധിക ദിവസം ആ കസേരയിൽ ഇരിക്കില്ലെന്നൊക്കെ പറഞ്ഞു. ആ സമയത്ത് ആദർശൻ നയനെ സത്യങ്ങളൊക്കെ കണ്ടുപിടിക്കാനുള്ള നെട്ടോട്ടത്തിലാണ്. ഒടുവിൽ നന്ദു ആദർശനെ വിളിച്ചിട്ട് ആ കാര്യങ്ങൾ പറയുന്നത്, ഗ്രീന എന്ന് പറയുന്ന പെൺകുട്ടിയെക്കുറിച്ചുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കിട്ടിയെന്ന് അതറിഞ്ഞ ഇപ്പം ആദർശന് സന്തോഷമായി. ആദർശ് ചോദിച്ചു എന്തായതെന്നൊക്കെ ചോദിക്കുകയാണ്. പിന്നെ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. ഒടുവിൽ നന്ദു എന്ത് ചെയ്തു, ഗ്രീന എന്ന പെൺകുട്ടിയെ പിടികൂടാൻ പോകുന്നുണ്ട്. അങ്ങനെ ഒടുവിൽ അവളെ പിടികൂടുവാണ്. പിടികൂടി ചോദ്യം ചെയ്ത് കഴിഞ്ഞപ്പോൾ അവൾ പറഞ്ഞു എനിക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയത്തില്ല, എന്നെ ഏൽപ്പിച്ച കാര്യം ഞാനത് ചെയ്തത് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു. പിന്നെ ആരാ ഏൽപ്പിച്ചതെന്നൊക്കെ നന്ദി ചോദിക്കുകയാണ്. നന്ദി ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഇന്നയാളെ ഏൽപ്പിച്ചതെന്നൊക്കെ പറഞ്ഞു. പക്ഷെ ആ ഏൽപ്പിച്ചാരും ഒരു ഇടനിലക്കാരൻ മാത്രമായിരുന്നു. അങ്ങനെ ഒടുവിൽ അയാളെ പിടിച്ച് ചോദ്യം ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് AN ജൂവലറിലെ MD ഡേവിഡാണ് ഈ കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ചതെന്നുള്ള കാര്യം അറിയണേ. അങ്ങനെ ഒടുവിൽ ആ സത്യത്തിലേക്ക് എത്തുവാണ്. AN ജൂവലറിയുടെ പിന്നിൽ ആരൊക്കെയാ ഉള്ളത്, എങ്ങനെയാ ഉള്ളതെന്ന്. കാരണം AN ജൂവലറിയുടെ MD അത് ഒരു ഡമ്മി പീസ് മാത്രമാണെന്നുള്ള സത്യങ്ങളൊക്കെ ആദർശ നയനയൊക്കെ അറിയുന്നുണ്ട്. ഇതിന്റെ പിന്നിലെ വലിയ കളികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. MD ആയിട്ട് ഇയാളെ വെച്ചോണ്ടിരിക്കുന്നത് മാത്രമേ ഉള്ളൂ, ഇതിന്റെ ഓണർ വേറെ ഒരാളാന്നുള്ള കാര്യം. ഒടുവിൽ അങ്ങനെ അന്വേഷിച്ച് വരുമ്പോഴാണ് നാഗേന്ദ്രൻ എന്നുള്ള പേര് അവർക്ക് കിട്ടുന്നത്. അങ്ങനെയാണ് ഇതിന്റെ ഓണർ എന്നൊക്കെ അറിയണേ. അങ്ങനെ ഒടുവിൽ ആദർശ നയനെ ആ സത്യം കണ്ടെത്തുവാണ്. ഇത്രയും കാലം മറിഞ്ഞിരിക്കുന്ന ആ ശത്രു പുറത്തേക്ക് വരുവാണ്. അത് വേറെ ആരുമല്ല, അബിയുടെ അച്ഛനാന്ന് ഒടുവിൽ ആദർശ നയനെയൊക്കെ തിരിച്ചറിയുന്നുണ്ട്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ കാണാൻ പോകുന്നത്. അതും കൂടെ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ തീർന്നു. ഉറപ്പായിട്ടും കാര്യങ്ങൾക്ക് ഒരു തീരുമാനം ഉണ്ടാവും. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.